CRP ഫൈറ്റ് ക്ലബ്ബ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഹംപി ട്രിപ്പിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ്. ഹംപിയിൽ വരുന്നവർ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാണേണ്ട ഒരു സ്ഥലമാണ് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ചെയ്യുന്നത്. ഈ ഒരു ഏരിയ ഫുള്ള് മഹാനവമി ഡിബ്ബ, ബ്ലാക്ക് സ്റ്റോൺ പുഷ്കരണി, പബ്ലിക് ബാത്ത്, ഒരു കിങ്സ് ഓഡിയൻസ്, പിന്നെ അണ്ടർഗ്രൗണ്ട് ട്രഷറി ബിൽഡിങ് മുതലായവയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഏരിയയാണ് കിങ്സ് ഓഡിയൻസ് ഹാൾ എന്നറിയപ്പെടുന്ന ഒരു ഏരിയയാണിത്. ഇത് അന്നത്തെ കാലത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു പ്രേക്ഷക ഹാള്, ഇതൊരു ഓഡിയൻസ് ഹാളാണ് നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു കോമ്പൗണ്ടിൽ കാണുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം, ഇത് നല്ല ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ്. ഇത് അന്നത്തെ കാലത്തെ ഒരു ദർബാർ ഹാളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത് ആർക്കിയോളജിക്കൽ വിഭാഗത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് അന്നത്തെ കാലത്ത് ഏകദേശം 2 നിലകളുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലായിട്ട് ഏകദേശം 100 മരത്തൂണുകൾക്കുള്ള സോക്കറ്റുകൾ കാണാം ആ ഒരു സ്ട്രക്ചറിൻ്റെ മുകൾ ഭാഗത്തായിട്ട്. ബാക്കിയെല്ലാം ഏകദേശം നശിപ്പിക്കപ്പെട്ട നിലയിലാണ്, അതൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ കാണുന്നത് ഈ ഒരു അണ്ടർഗ്രൗണ്ടിലോട്ടുള്ള ഉള്ളൊരു ഏരിയയാണ് സീക്രട്ട് ചേംബർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതതിൻ്റെ പുറം ഭാഗത്ത് പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു ബോർഡാണ്, സൈൻ ബോർഡാണ്. നമ്മൾ ഭൂമിക്കടിയിലോട്ടാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ആ ഒരു സീക്രട്ട് ചേംബർ നിലനിൽക്കുന്നത്. ഇത് പറയുന്നത് നമ്മൾ കണ്ടൊരു ആ ഒരു കോമ്പൗണ്ടിൽ ഏകദേശം പ്രധാനമായിട്ടുള്ളത് മഹാനവമി ഡിബ്ബ, പിന്നെ ഒരു സ്റ്റെപ്പ് വെല്ല്, ശ്രീകൃഷ്ണദേവരായ പ്രേക്ഷക ഹാള്, നമ്മളിപ്പോൾ അത് കണ്ടിരുന്നു. പിന്നെ ഈ ഒരു അണ്ടർഗ്രൗണ്ട് ഭൂഗർഭ മീറ്റിംഗ് റൂം, ഇതൊരു സീക്രട്ട് ചേംബറാണ്. ഇത് അന്നത്തെ കാലത്ത് മഹാരാജാവ് തൻ്റെ മന്ത്രിമാരെയും ചാരന്മാരെയും ഒക്കെ കാണാൻ ഉപയോഗിച്ചിരുന്ന രഹസ്യ ഭൂഗർഭ അറയാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു ഭൂഗർഭ അറയ്ക്ക് ഏകദേശം 12 അടിയോളം ഹൈറ്റിലാണ്, 12 അടിയോളം താഴ്ചയിലാണ് ഈ ഒരു ഭൂഗർഭ അറ നിലനിൽക്കുന്നത്. ഈ ഒരു സീക്രട്ട് ചേംബറിലേക്കുള്ള വഴിയാണ്. വളരെ ഇടുങ്ങിയ പാസേജാണ് ഈ ഒരു സീക്രട്ട് ചേംബറിലേക്കുള്ളത്. ഇതിനകത്ത് ഫുൾ ഇരുട്ടാണ്. ഈ ഒരു പ്രകാശം കാണുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ച് ഭാഗത്ത് തകർന്നു പോയ നിലയിലാണ്. ഈ കാണുന്ന മുകൾ ഭാഗം ഇതെല്ലാം കവേർഡായിരുന്നു പണ്ട്, അത് പിൽക്കാലത്ത് നശിച്ചു പോയതാണ്. ഇതിനകത്ത് ഒരു 2 വഴിയാണുള്ളത്. ഇതിനകത്ത് നമ്മൾ ഒരു പാസേജിൽ കൂടെ ഇപ്പോൾ ഇറങ്ങി വന്നു. ഇതിങ്ങനെ ഈ ഒരു ചേംബർ കാണുന്ന ആ ഒരു ഏരിയ കഴിഞ്ഞിട്ട് അടുത്ത ഈ പാസേജിൽ കൂടെ വന്ന വഴിയിൽ തന്നെയാണ് നമ്മൾ ഔട്ടാവുന്നത്. നമ്മളപ്പോൾ നേരെ ആ വെട്ടം കാണുന്ന, പ്രകാശം കാണുന്ന ആ ഒരു ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത്. തിരിച്ച് നമ്മൾ അറയിൽ കയറി, അറയിലൂടെ നമ്മൾ വീണ്ടും കറങ്ങി ഇങ്ങ് വെളിയിൽ വരും. ഈ ഒരു പാസേജ് ഒരു L ആകൃതിയിലാണ് ഈ ഒരു പാസേജ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ആ കണ്ട ഒരു ഓപ്പൺ ടോപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഇത് വളരെ ഇരുണ്ട ഒരു മുറിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു ഓപ്പൺ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ മുകൾ വശം ഓപ്പണായി കിടക്കുന്ന ഒരു ഏരിയയാണിത്. ഇത് അന്നത്തെ കാലത്ത് ഇത് മൊത്തം കവേർഡായിരുന്നു. അപ്പോൾ അത് അന്നേരം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അത് എത്രത്തോളം ഇരുണ്ടതായിരിക്കുമെന്ന്. നമ്മൾ ആ ഒരു സീക്രട്ട് ചേംബറിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം നമുക്ക് കാണാം ആ ഒരു ഏരിയ ഒരുപാട് ബിൽഡിങ്ങുകളും മറ്റുമുണ്ടായിരുന്ന കൊട്ടാരങ്ങൾ ഒക്കെ നിലനിന്നിരുന്നൊരു ഏരിയയാണ്. അത് മൊത്തവും തകർന്ന് നാമാവശേഷമായിട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു പാറകളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത്. അതിനുശേഷം ആർക്കിയോളജിക്കൽ വിഭാഗം ഇത് പിന്നെ ഖനനം ചെയ്തതിന് ശേഷം അതിൻ്റെ അണ്ടർഗ്രൗണ്ടിലുള്ള ഏരിയയുടെ മുകളിൽ ആ ഒരു പാറകൾ അടുക്കിയ നിലയിലാണ്. ഇതൊക്കെ പിന്നെ അടുക്കപ്പെട്ടതാണ്. നമ്മൾ ഈ കാണുന്നതെല്ലാം പിന്നീട് ആർക്കിയോളജിക്കൽ വിഭാഗം ഇത് ഖനനം ചെയ്തതിന് ശേഷം അതിൻ്റെ ഫൗണ്ടേഷൻ്റെ മുകളിൽ കുറേ ഭാഗങ്ങളിൽ അവർ തന്നെ പാറകൾ അടുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തിട്ട് ഫൗണ്ടേഷൻ മാത്രമേ അവിടെ നിലനിന്നിരുന്നുള്ളൂ. അതിൻ്റെ മുകൾ ഭാഗത്തിട്ട് ഈ ഒരു ഏരിയ ഒക്കെ കണ്ടാൽ മനസ്സിലാകും നിങ്ങൾക്ക്. ഈ ഒരു ഏരിയ ഇതിനകത്ത് ജലം സംഭരിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. അന്നത്തെ കാലത്ത് ഇതിനകത്ത് ജലം സംഭരിച്ചിരുന്ന ഒരു ഏരിയയാണ്. അതിനകത്ത് നമുക്ക് ഇറങ്ങാൻ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അന്നത്തെ കാലത്തെ ഫൗണ്ടൻ ആയിരിക്കാം, അല്ലെങ്കിൽ ജലം സംഭരിച്ചിരുന്ന ഒരു ഏരിയ ആയിരിക്കാം. നമ്മൾ അവിടെ നിന്നും മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ അടുത്ത പോകുന്നത് ബ്ലാക്ക് സ്റ്റോൺ പുഷ്കരണി എന്ന് പറഞ്ഞാൽ കറുത്ത കല്ലുകൾ. നമുക്കത് കണ്ടാൽ മനസ്സിലാവും, ഒരു കരിമ്പച്ച കളർ, ഒരു കറുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു പുഷ്കരണിയാണ്. വെള്ളം കെട്ടിച്ചിടുന്ന ഒരു ഭാഗത്തിനാണ് നമ്മൾ പുഷ്കരണി എന്ന് പറഞ്ഞത്. ഈ കാണുന്ന കനാൽ മാർഗ്ഗത്തിലായിരുന്നു ഈ ഒരു ജലസേചനം. ഓട മോഡൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം അവിടെ. അത് പാറയിൽ നിർമ്മിച്ചിരിക്കുന്ന, പാറകൾ വെച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഓടയാണ് നമുക്ക് കാണാം. ഇതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് കുനിഞ്ഞ അപ്പുറത്ത് പോകാം. നമ്മളുടെ ഏകദേശം ഒരാളുടെ ഷോൾഡർ പൊക്കത്തിലാണ് ഈ ഒരു കനാൽ പോയിരിക്കുന്നത്, കനാൽ സംവിധാനം. അതിലൂടെ വെള്ളം കടത്തിവിട്ട് ഈ ഒരു പുഷ്കരണിയിൽ കാണാം. ലെഫ്റ്റ് സൈഡിൽ ആ പാറ വന്ന് ഇറങ്ങിയിരിക്കുന്നത് കാണാം. അതിലൂടെ ആ വെള്ളം ആ ഒരു പുഷ്കരണിയിൽ അന്നത്തെ കാലത്ത് സംഭരിച്ചിരുന്നു. ഇതിനാണ് ബ്ലാക്ക് സ്റ്റോൺ പുഷ്കരണി എന്ന് പറയുന്നത്. ഈ ഹംപിയിൽ വന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു മെയിനൊരു കാഴ്ച പുഷ്കരണികളാണ്. ഇത് കണക്ക് നിറയെ പുഷ്കരണികളുണ്ട്. പക്ഷേ അതിൽ കാണാൻ ഭംഗിയുള്ളതും ഒരു
വൃത്തിയായിട്ട് ആ പരിസരം കിടക്കുന്നതുമായിട്ടൊരു പുഷ്കരണി ഇതാണ്. ഇതിൻ്റെ ഒരു കളർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആ പുഷ്കരണിയുടെ കല്ലുകളൊക്കെ ഒരു ബ്ലാക്ക് സ്റ്റോൺ, ആ ഒരു ബ്ലാക്ക് കളറിലാണ്, ഗ്രാനൈറ്റ് കല്ലുകളാണത്. അപ്പം ഇവിടുത്തെ ഒരു ഹംപിയിലെ ഒരു കാഴ്ച എന്ന് വെച്ചാൽ ഏതൊരു ക്ഷേത്രങ്ങൾ, അന്നത്തെ കാലത്ത് ക്ഷേത്രമോ കൊട്ടാരങ്ങളോ എവിടെ ആയിരുന്നാലും, മാർക്കറ്റാവട്ടെ എവിടെ ആയാലും അതിൻ്റെ തൊട്ടടുത്ത് ഇതേപോലെ ഒരു വെള്ളം സംഭരിക്കാനൊരു പുഷ്കരണിയുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പബ്ലിക് ബാത്ത് എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്. ഒരു പബ്ലിക് ബാത്ത്, അത് ഏകദേശം ഒരു 4 ആൾ താഴ്ചയോളം വരുന്ന ഒരു ഏരിയയാണ്. ഇതാണ് ആ ഒരു കാണുന്ന പബ്ലിക് ബാത്ത്. ഹംപിയുടെ ചരിത്രം നമ്മൾ ഇതിനു മുമ്പത്തെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വിജയനഗര സാമ്രാജ്യം അതിൻ്റെ ഉന്നതിയിലായിരുന്നപ്പോൾ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ വലിയ നഗരമായിരുന്നു ഈ ഹംപി എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു അതിൻ്റെ ഒരു ഹൈറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് അതിൽ ഇറങ്ങാൻ പോകണം. ഇതിനകത്ത് ആ ഒരു ഹൈറ്റ് വരെയും അന്നത്തെ കാലത്ത് വെള്ളമുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഈ ഒരു ഹംപി പട്ടണം അല്ലെങ്കിൽ ഹംപി നഗരം അന്നത്തെ കാലത്ത് വിപണികൾക്കൊക്കെ ഒരു പേര് കേട്ട നഗരമായിരുന്നു. അതായത് നഗരത്തിലെ ജനസംഖ്യ വളരെ ഗണ്യമായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ഹംപി ഏരിയയിൽ വിപുലമായ കനാൽ സംവിധാനങ്ങളൊക്കെ കാണാൻ കഴിയും. നമുക്ക് ഈ ഹംപിയിൽ ഈ പറഞ്ഞ പോലെ വിപുലമായ കനാൽ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുകൂടാതെ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള തൊട്ടികൾ, ആനകൾക്ക് അതിന് വെള്ളം കുടിക്കാനുള്ള സംവിധാനങ്ങൾ, 50 അടി നീളത്തിലൊക്കെയുള്ള പാറകൾ കൊണ്ട് നിർമ്മിച്ച നീണ്ട ആ ഒരു ടാങ്കൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ഹംപി ഏരിയയിൽ. നമുക്കത് ഇങ്ങോട്ട് വന്നപ്പോൾ കാണാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ അത് വിട്ടുപോയതാണ്. അപ്പോൾ അതിനകത്ത് ടാങ്കുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം പാറയിൽ നിർമ്മിച്ചതാണ് ആ ഒരു വാട്ടർ ടാങ്കൊക്കെ. അപ്പോൾ അതിൽ ഈ ആനകൾക്കും മൃഗങ്ങൾക്കൊക്കെ അന്നത്തെ കാലത്ത് ജലം സംഭരിച്ച് നൽകിയിരുന്നത് ആ ഒരു ടാങ്കിലായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു ഏരിയ അന്നത്തെ കാലത്ത് ഒരു നീന്തൽക്കുളമായിട്ടും ഒക്കെ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇതൊരു പൊതു കുളിസ്ഥലമായിരുന്നു. അതിനുണ്ടാണ് തന്നെ ഒരു പേര്, നമുക്ക് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, പബ്ലിക് ബാത്ത്. അപ്പോൾ ഇതൊരു പൊതു നീന്തൽക്കുളമൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇതെല്ലാം ഒരു ചുറ്റളവിൽ കിടക്കുന്നതാണ് ഈ ഒരു ബ്ലാക്ക് സ്റ്റോൺ പുഷ്കരണി. ഇവിടെ ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ചെറിയ എന്തോ ഉണ്ടായിരുന്നതാണ്. അത് നമ്മൾ നേരത്തെ കണ്ടിട്ട് പോയ ആ ബ്ലാക്ക് സ്റ്റോൺ പുഷ്കരണി ഇതാണ്. ഇവിടെ നിന്നും നമ്മൾ സൈഡിലൂടെ നടന്ന് മുമ്പോട്ട് പോയാൽ അടുത്ത കാണുന്ന ഒരു ഏരിയ ഉണ്ട്. അതാണ് മഹാനവമി ഡിബ്ബ എന്ന് പറയുന്നത്. ഇതൊരു ബ്ലാക്ക് സ്റ്റോൺ പുഷ്കരണിയുടെ ചെറിയൊരു വിവരണം ഈ ഒരു സൈൻ ബോർഡിൽ കാണാൻ കഴിയും. ഇത് പോസ് ചെയ്ത് വെച്ചിട്ട് വായിച്ചാൽ നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. പോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു ഹിസ്റ്റോറിക്കൽ അതിൻ്റെ ആ ഒരു ഘടനയും കാര്യങ്ങളെ പറ്റി അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ ആ ഒരു ഏരിയ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ആ മഹാനവമി ഡിബ്ബ എന്ന ഏരിയയിലോട്ടാണ്. ഇവിടെ കാണാം, ഇവിടെ എല്ലായിടത്തും ഈ ഒരു ജലം സംഭരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ ആ ഒരു ഉയരത്തിൽ കാണുന്ന ഈ ഒരു ഏരിയയാണ് മഹാനവമി ഡിബ്ബ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യമായിട്ട് കണ്ടപ്പോൾ നമ്മൾ ഒരു മൈൻഡിൽ വന്നത് ബാഹുബലിയിലൊക്കെ ആ ഒരു കണ്ട സീനിലുള്ള ഒരു ഏരിയ ആയിട്ട് നമുക്ക് തോന്നും. ആ ഒരു ഹംപി ഏരിയയിൽ ഏറ്റവും ഉയരം കൂടിയ ഒരു ഏരിയയാണ് ഈ ഒരു മഹാനവമി ഡിബ്ബ എന്നറിയപ്പെടുന്നത്. ഈ ഒരു ഏരിയ മൊത്തത്തിൽ അറിയപ്പെടുന്നത് റോയൽ എൻക്ലോസർ എന്നാണ്. ഈ ഒരു ഫുൾ ഏരിയ, ഇത് മാത്രമല്ല ഇതിന് ചുറ്റുമുള്ള പല ഒരുപാട് ഏരിയ ഉണ്ട്. ഈ ഒരു ഏരിയ അറിയപ്പെടുന്ന റോയൽ എൻക്ലോസർ എന്നാണ്. ഇതിൻ്റെ മുകളിൽ കയറാൻ 2 പടിക്കെട്ടുണ്ട്. ഒന്ന് ഇതിലൂടെയും ഒന്ന് പുറകുവശത്തും കൂടി ഒരെണ്ണമുണ്ട്. പുറകുവശത്ത് നമുക്ക് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ കാണിക്കും. ഇതിപ്പോൾ മുന്നിലൂടെയുള്ളൊരു വഴിയാണ്, സ്റ്റെപ്പാണ്. ഉദയഗിരി എന്ന ഒരു രാജ്യത്തെ, ഇപ്പോഴത്തെ ഒറീസ, കീഴടക്കിയതിൻ്റെ സ്മരണയ്ക്കായിട്ട് രാജാവ് കൃഷ്ണദേവരായർ ഈ ഒരു ഡിബ്ബ നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. ഈ ഒരു മഹാനവമി ഡിബ്ബയുടെ മുകളിൽ നിന്നാണ് അന്നത്തെ രാജാക്കന്മാർ ഈ മാർച്ച് പാസ്റ്റുകൾ, സൈന്യത്തിൻ്റെയൊക്കെ മാർച്ച് പാസ്റ്റുകൾ, പിന്നെ യുദ്ധക്കളികൾ, ജലകായിക വിനോദങ്ങൾ, രാജകീയ മൃഗങ്ങളുടെ പ്രദർശനങ്ങൾ, സംഗീത പ്രകടനം മുതലായവയൊക്കെ വീക്ഷിച്ചിരുന്നത് ഈ ഒരു മഹാനവമി ഡിബ്ബ എന്ന് പറയുന്ന ഈ ഒരു ഏരിയയുടെ മുകളിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ താഴെ നിന്ന് ആദ്യം കണ്ടപ്പോൾ നമ്മൾ മൈൻഡിൽ പെട്ടെന്ന് ഓടി വന്നത് ആ ഒരു ബാഹുബലി സിനിമയിലെ ആ ഒരു ലൊക്കേഷൻ മോഡലാണ്. നമുക്കത് ആദ്യമായിട്ട് ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് നമ്മളുടെ മൈൻഡിൽ ഓടി വന്നത്. ഇതൊരു ചതുരാകൃതിയിലാണ് ഈ ഒരു മഹാനവമി ഡിബ്ബ നിർമ്മിച്ചിട്ടുള്ളത്. ഇതൊരു 3 പാളികളായിട്ട് അതിമനോഹരമായിട്ടാണ് ഈ ഒരു മഹാനവമി ഡിബ്ബ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പുറകുവശത്തൂടെയുള്ള ഇതിന് കയറാനുള്ള സ്റ്റെപ്പുകളാണിത്. നമ്മൾ നേരത്തെ മുൻവശത്തൂടെയാണ് കയറിയത്. പുറകുവശത്തൂടെയുള്ള സ്റ്റെപ്പുകളുണ്ട്. ബാക്കിൽ 2 സൈഡിലൂടെ മുകളിലോട്ട് പ്രവേശിക്കാനുള്ള സ്റ്റെപ്പുകളുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ഈ ഒരു ക്യാമ്പസ് ഏരിയ നമ്മൾ പറഞ്ഞല്ലോ, ഈ റോയൽ എൻക്ലോഷറിൻ്റെ മുഴുവൻ ഭാഗവും നമുക്ക് കാണാം, ദൃശ്യമാകും തോന്നുന്നു. ആ കാണുന്ന നമ്മൾ നേരത്തെ പോയിട്ട് വന്ന ആ ഒരു ഏരിയയാണത്. ആ കനാൽ സംവിധാനം ചെറിയ രീതിയിൽ കാണാൻ കഴിയും. അതിലൂടെ അന്നത്തെ ജലസേചന മാർഗ്ഗങ്ങളായിരുന്നു ആ ഒരു കനാൽ സംവിധാനങ്ങളാണ് കാണുന്നത്. ഇത്
ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ഈ ഒരു പ്രദേശം മുഴുവൻ അതിമനോഹരമായിട്ടാണ് കാണുന്നത്. ഇവിടെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ മുകളിൽ കയറി ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി. കാരണം ആളുകൾ എല്ലാവരും വന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുപ്പാണ്. അപ്പോൾ എല്ലാവരും മെയിനായിട്ടും ആ ഒരു സ്റ്റെപ്പിൽ നിന്നും താഴെ നിന്നും ഒക്കെ ഫോട്ടോ എടുപ്പാണ്. അപ്പോൾ അവരെല്ലാം ഒഴിഞ്ഞു പോയതിന് ശേഷമാണ്, നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ പറ്റിയത്. പിന്നെ ഈ കാണുന്നത് ഈ ഒരു റോയൽ എൻക്ലോസർ, അന്നത്തെ കാലത്ത് അവിടെ ഒരു വലിയ മതിൽക്കെട്ടുകളായിരുന്നു. അപ്പോൾ അതിനകത്ത് പ്രവേശിക്കാനുള്ള ഒരു ഡോറ് പാറകൾ കൊണ്ട് നിർമ്മിച്ച, ഒറ്റ പാറയിൽ നിർമ്മിച്ച കതകാണ്. അതൊരു പാറയാണ്, അത് നടുവുകൊണ്ട് ഒടിഞ്ഞിരിപ്പുണ്ട്, അവർ താങ്ങി നിർത്തിയിട്ടുണ്ട്. ഒറ്റ പാറയിലാണ് ഇത് കൊത്തിയെടുത്തിരിക്കുന്നത്. ഡോറിൻ്റെ നമുക്ക് കാണാം അതിൻ്റെ വിയാവിരി മോഡൽ, ആ ഒരു ഭിത്തിയിൽ നിന്ന് കുഴിച്ച് നിർത്തുന്ന രീതിയിലുള്ള അതിൻ്റെ ഘടനയൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ റോയൽ എൻക്ലോസറിൻ്റെ മെയിൻ കുറച്ച് ഏരിയകളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും എല്ലാവരുടെയും സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കണം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും സപ്പോർട്ടുകൾ നൽകുക. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.